കേക്കാണ് ചെയ്യുന്നത്. കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കേക്ക്. ഞാനിതിൽ മുട്ട ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഇനി 100 ഗ്രാം ബട്ടർ ഒന്ന് ഉരുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇനി 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. സ്പൂണോ വിസ്കോ എന്ത് വെച്ചായാലും നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരല്പം ചെറിയോ ടൂട്ടി ഫ്രൂട്ടിയോ ഏതാണെന്ന് നമുക്കിഷ്ടം അതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാനാണ്. ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഈ പാത്രം നേരിട്ട് വെക്കാതെ എന്തെങ്കിലും ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കേക്ക് വെക്കണം. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ തുറന്ന് നോക്കാവൂ. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കരുത്, എന്നാൽ പൊങ്ങി വരത്തില്ല. നമുക്ക് എനിക്കിപ്പോൾ 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വരാൻ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ഒന്ന് കുത്തി നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.